ഹലോ ഹായ്. ഈ വീഡിയോ ഇപ്പം നിങ്ങൾ മര്യാദയ്ക്കിരുന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഒരു 2 മാർക്ക് കിട്ടും. ഈ എക്സാമിൽ നിങ്ങൾ അടിപൊളിയായിട്ട് എഴുതിയാൽ ജീവിതത്തിൽ നിങ്ങൾ രക്ഷപ്പെടും. ഇങ്ങനെ എപ്പോഴും ഒരു കണ്ടീഷൻ വെച്ച് പറയുന്നതിനാണ് നമ്മൾ ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇഫ് ക്ലോസിൽ എപ്പോഴും ഒരു കണ്ടീഷൻ ഉണ്ടാവും. നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ നടക്കും, നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അങ്ങനെ നടക്കില്ല, അങ്ങനെ ചെയ്യണമോ അല്ലെങ്കിൽ അങ്ങനെ കിട്ടണമോ ഇങ്ങനെ നിങ്ങൾ ചെയ്യണം. എപ്പോഴും ഒരു കണ്ടീഷൻ വെച്ച് പറയുന്നതിനാണ് നമ്മൾ ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അതൊരു കണ്ടീഷണൽ ക്ലോസ് ആണ്. രണ്ട് കാര്യങ്ങളെ അതിലുള്ളൂ. ഒന്ന് ഇഫ് ക്ലോസും, 2 മെയിൻ ക്ലോസും ആണ്. പറഞ്ഞുതരാം. ഈ ഒരു സെന്റൻസ് നോക്കിക്കോ. ഇഫ് യു സ്റ്റഡി ഹാർഡ് യു വിൽ ക്രാക്ക് ദി എക്സാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീ നല്ലവണ്ണം കഷ്ടപ്പെട്ട് പഠിച്ചാൽ നിനക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സെന്റൻസിനകത്ത് നിങ്ങളൊരു കോമ കണ്ടോ? ആ കോമക്ക് തൊട്ട് മുന്നേ ഉള്ള ഇഫ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഇഫ് ക്ലോസ് എന്ന് വിളിക്കുന്നത്. ഇനി കോമക്ക് ശേഷം വരുന്ന ഭാഗത്തിനെയാണ് നമ്മൾ മെയിൻ ക്ലോസ് എന്ന് വിളിക്കുന്നത്. ഭയങ്കര എളുപ്പമാണ്, കാരണം 3 ടൈപ്പേ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളൂ. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നോക്കിക്കോ. ഇഫ് യു ആസ്ക് ഫോർ എ കോഫി യു ക്യാൻ ഗെറ്റ് ഇറ്റ്. നീ ഒരു കോഫി ചോദിച്ചാൽ നിനക്കത് കിട്ടും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ കോമക്ക് തൊട്ട് മുന്നേ ഉള്ള ഇഫ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഇഫ് ക്ലോസിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന വെർബ് അത് V1-ലാണ്. ഇതാണ് നമ്മുടെ ടൈപ്പ് നമ്പർ 1 എന്ന് പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ മാത്രം നമ്മൾ മെയിൻ ക്ലോസിൽ യൂസ് ചെയ്യേണ്ട, അതായത് കോമക്ക് ശേഷം വരുന്ന ഭാഗത്ത് യൂസ് ചെയ്യേണ്ട ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് വിൽ, ക്യാൻ, ഷോൾ, മേ എന്ന് പറയുന്ന 4 ഏതെങ്കിലും ഒന്ന് മാത്രമായിരിക്കണം, അല്ലെങ്കിൽ ആ മാർക്ക് പോകും. മാത്രമല്ല ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട വെർബിന് ശേഷം ഓക്സിലറി വെർബിന് ശേഷം യൂസ് ചെയ്യേണ്ട വെർബ് എന്ന് പറയുന്നത് അതും V1-ൽ തന്നെ ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ഇഫ് ക്ലോസിൽ യൂസ് ചെയ്തിരിക്കുന്ന വെർബ് അത് V1 ആണോ എങ്കിൽ നമ്മൾ മെയിൻ ക്ലോസിൽ യൂസ് ചെയ്യേണ്ട ഓക്സിലറി വെർബ് ഈ പറഞ്ഞ 4 ഏതെങ്കിലും ഒന്നായിരിക്കണം. അതിനുശേഷം വരേണ്ട വെർബ് അത് V1-ലായിരിക്കണം. ഫോർ എക്സാമ്പിൾ നോക്കിക്കോ. ഇഫ് യു വർക്ക് ഹാർഡ് നമ്മൾ നേരത്തെ കണ്ട ഒരു സാധനം എടുക്കാം. നീ നല്ലപോലെ പണിയെടുത്താൽ യു വിൽ പാസ് ദി എക്സാം, അല്ലെങ്കിൽ നിനക്ക് എക്സാം പാസ്സാവാം എന്നാണ് നമുക്ക് പറയേണ്ടത്. ഇവിടെ V1 ആയതുകൊണ്ട് തന്നെ യു വില്ലാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഇതിൽ ഏത് യൂസ് ചെയ്യട്ടെ? യു ക്യാൻ പാസ് ദി എക്സാം, യു ഷോൾ പാസ് ദി എക്സാം, യു മേ പാസ് ദി എക്സാം, എല്ലാം കറക്റ്റ് ആണ്. പക്ഷേ ഈ 4 ഏതെങ്കിലും ഒന്നായിരിക്കണം. യു വിൽ പാസ് ദി എക്സാം എന്നായിരിക്കണം. നീ നല്ലപോലെ പണിയെടുത്താൽ, നീ കഷ്ടപ്പെട്ട് പണിയെടുത്താൽ നിനക്ക് എക്സാം പാസ്സാവാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാസ് എന്ന് പറയുന്നത് എന്താ? V1 ആണ്. അപ്പോൾ ഇത് എല്ലാ തരത്തിലും ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണ്. ടൈപ്പ് നമ്പർ 1. ടൈപ്പ് നമ്പർ 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഇഫ് യു ആസ്ക് ഫോർ എ കോഫി യു കുഡ് ഗെറ്റ് ഇറ്റ് എന്നുള്ളതാണ്. എന്താണ് ഇവിടെ ടൈപ്പ് നമ്പർ 1-ൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത്? ഇവിടെ നമ്മൾ ഇഫ് ക്ലോസിൽ യൂസ് ചെയ്തിരിക്കുന്ന വെർബ് അത് V2-ലാണ്. ആസ്ക്ഡ് എന്നല്ലേ, ആസ്ക്ഡ് എന്നുള്ളതല്ലേ, അത് V2-ലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ മാത്രം ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് വുഡ്, കുഡ്, ഷുഡ്, മൈറ്റ് എന്ന് പറയുന്ന 4 ഏതെങ്കിലും ഒന്ന് മാത്രമായിരിക്കണം. അതിനുശേഷം യൂസ് ചെയ്യേണ്ട വെർബ് അത് V1 തന്നെ ആയിരിക്കണം. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട അതേ എക്സാമ്പിൾ, ഇഫ് യു വർക്ക്ഡ് ഹാർഡ്, നീ നല്ലപോലെ പണിയെടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ യു വുഡ് പാസ് ദി എക്സാം എന്നായിട്ട് മാറും. കണ്ടോ, ഇവിടെ വുഡ് ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. പാസ് എന്ന് പറയുന്നത് അഗെയിൻ V1-ൽ തന്നെയാണ്. ടൈപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഹാഡ് പ്ലസ് V3 ആണ്. ഇഫ് യു ഹാഡ് ആസ്ക്ഡ് ഫോർ എ കോഫി യു കുഡ് ഹാവ് ഗോട്ട് ഇറ്റ്. നീ ഒരു കോഫി ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്കത് കിട്ടുമായിരുന്നേനെ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഹാഡ് ആസ്ക്ഡ് അല്ലെങ്കിൽ ഹാഡ് പ്ലസ് V3 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട മെയിൻ ക്ലോസിൽ യൂസ് ചെയ്യേണ്ട ഓക്സിലറി വെർബ് വുഡ് ഹാവ്, കുഡ് ഹാവ്, ഷുഡ് ഹാവ്, മൈറ്റ് ഹാവ് എന്ന് പറയുന്ന 4 ഏതെങ്കിലും ഒന്നായിരിക്കണം. മാത്രമല്ല ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട വെർബ് എന്ന് പറയുന്നതില്ലേ, മെയിൻ ക്ലോസിൽ യൂസ് ചെയ്യേണ്ട വെർബ് എന്ന് പറയുന്നത് അത് V3-ലായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഫ് യു ഹാഡ് വർക്ക്ഡ് ഹാർഡ് എന്ന് നമുക്ക് പറഞ്ഞാൽ ഇവിടുത്തെ അതേ സാധനം ഇങ്ങോട്ട് മാറ്റിയെടുത്ത് എഴുതുമ്പോൾ എന്തായിട്ട് മാറും? യു ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എടുക്കണം കേട്ടോ. യു വുഡ് ഹാവ് പാസ്ഡ് ദി എക്സാം എന്നുള്ളതായിട്ട് മാറും. കണ്ടോ, ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് വുഡ് ഹാവ് ആണ്. മാത്രമല്ല പാസ്റ്റ് എന്ന് പറയുന്നത് V3-ലാണ്. അപ്പൊ കറക്റ്റ് ആണ്. 3 ടൈപ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഒന്ന് നമ്മുടെ ഇഫ് ക്ലോസിൽ നമ്മൾ V1 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വെർബ് എന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ക്ലോസിൽ യൂസ് ചെയ്തിരിക്കേണ്ട ഓക്സിലറി വെർബ് വില്ല്, ക്യാൻ, ഷോൾ, മേ
ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന്, അതിനുശേഷം വരേണ്ട വെർബ് അത് V1-ലായിരിക്കണം. ടൈപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് നമുക്ക് ഇഫ് ക്ലോസിൽ കിട്ടിയിരിക്കുന്ന വെർബ് V2-ലാണെന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോസിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കേണ്ട ഓക്സിലറി വെർബ് വുഡ്, കുഡ്, ഷുഡ്, മൈറ്റ് അതിന്റെ കൂടെ വരേണ്ട വെർബും V1-ൽ തന്നെയായിരിക്കണം. ടൈപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് ഹാഡ് പ്ലസ് V3 ആണ്. അവിടെ നമ്മൾ മെയിൻ ക്ലോസിൽ യൂസ് ചെയ്യേണ്ടത് വുഡ് ഹാവ്, കുഡ് ഹാവ്, ഷുഡ് ഹാവ്, മൈറ്റ് ഹാവ് അതിന്റെ കൂടെ യൂസ് ചെയ്തിരിക്കേണ്ട വെർബ് V3-ലായിരിക്കണം. ക്വസ്റ്റ്യൻസ് പിടിച്ചോ. ഇഫ് ഐ ഹാഡ് ട്രൈഡ് അഗെയിൻ, ഇവിടെ ഹാഡ് പ്ലസ് ട്രൈഡ് എന്ന് പറയുന്നത് V3 ആണ്. ഹാഡ് പ്ലസ് V3 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഐ കുഡ് സോൾവ് എ പ്രോബ്ലം പറ്റൂലല്ലോ, കാരണം ഇവിടെ കുഡ് ഹാവ് ഇല്ലല്ലോ. നമ്മുടെ ടൈപ്പ് നമ്പർ 3 ആണ്. ടൈപ്പ് നമ്പർ 3-ൽ നമ്മൾ ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ കുഡ് ഹാവ് വരുന്നത് ഇതുമാണ്. അപ്പൊ ഐ തന്നെ വേണ്ടേ? അപ്പൊ ഐ കുഡ് ഹാവ് സോൾവ് ദ പ്രോബ്ലം എന്നല്ലേ. ഇവിടെ സോൾവ് എന്നേ ഉള്ളൂ, ഇവിടെ എന്തില്ല? V3 ഇല്ല. ഇവിടെയാണ് നമ്മൾ കുഡ് ഹാവ് ഉള്ളത്, പിന്നെ V3-ലാണ് ഈ സോൾവ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഐ കുഡ് ഹാവ് സോൾവ് ദ പ്രോബ്ലം എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. വേറെ എക്സാമ്പിൾ നോക്കിക്കോ. കംപ്ലീറ്റ് ദ സെന്റൻസ് സ്യൂട്ടബിളി ഇഫ് യു വർക്ക് വിത്ത് കോൺഫിഡൻസ്. വർക്ക് എന്ന് പറയുന്നത് എന്താ? V1 ആണ്. ഇഫ് യു വർക്ക് വിത്ത് കോൺഫിഡൻസ് എന്നാൽ നമുക്ക് ജീവിതത്തിൽ സക്സസ്ഫുൾ ആകാം അല്ലെങ്കിൽ സക്സീഡഡ് ആകും എന്ന് നമുക്ക് പറയാം. ഇഫ് യു വർക്ക് വിത്ത് കോൺഫിഡൻസ് യു വിൽ സക്സീഡ് എന്ന് നമുക്ക് പറയാലോ. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഓക്സിലറി വെർബ് നമ്മുടെ ടൈപ്പ് നമ്പർ 1 പ്രകാരം വില്ല്, ക്യാൻ, ഷോൾ, മേലുള്ള ഏതെങ്കിലും ഒന്നാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വില്ലാണ്. സക്സീഡ് എന്ന് പറയുന്നത് V1 ആണ്. അപ്പൊ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണ്. 2, ഇഫ് ഐ ഹാഡ് വിങ്സ്. ഹാഡ് എന്ന് പറയുന്നത് എന്താ? V2 ആണ്. ഇത് നമ്മുടെ ടൈപ്പ് നമ്പർ 2 ആണ്. ഇഫ് ഐ ഹാഡ് വിങ്സ് ഐ വുഡ് ഫ്ലൈ എന്ന് നമുക്ക് പറയാം. ഐ വുഡ് ഫ്ലൈ ടൈപ്പ് നമ്പർ 2 ആണ്. ടൈപ്പ് നമ്പർ 2-ല് വുഡ്, കുഡ്, ഷുഡ്, മൈറ്റ് ഇതിലേതെങ്കിലും ഒന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതിനുശേഷം വരേണ്ട വെർബ് അത് V1-ൽ തന്നെയാണ്. ഫ്ലൈ എന്ന് പറയുന്നത് എന്താ? V1 ആണ്. അപ്പോൾ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണ്. വേറൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ് വിത്ത് റൈറ്റ് ഫോം ഓഫ് വേർബ്സ് ഗിവൻ ഇൻ ബ്രാക്കറ്റ്സ്. ഇഫ് യുണൈറ്റഡ് നേഷൻസ് ഡാഷ് സ്റ്റോപ്പ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ട് ദ വാർ ബിറ്റ്വീൻ 2 countries ബിഫോർ ഹാൻഡ് സോ മെനി ചിൽഡ്രൻ ആൻഡ് ദ ഓൾഡ് വുഡ് നോട്ട് ഹാവ് സഫേർഡ് ഫ്രം ഹങ്കർ ആൻഡ് കോൾഡ്. ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ സെന്റൻസ് കുറച്ച് വലുപ്പമുള്ളതാണ്. ഇങ്ങനെയുള്ള കേസുകളിലെ ആദ്യം ആ കോമ തപ്പി പിടിക്കുക. എന്നതിന് ശേഷം നമുക്ക് ഈ കോമയ്ക്ക് ശേഷമുള്ള മെയിൻ ക്ലോസ് ഇവിടെ ഫുള്ളാണ്. സോ മെനി ചിൽഡ്രൻ ആൻഡ് വുഡ് ഹാവ് കണ്ടോ. വുഡ് ഹാവ് കൊടുത്തിരിക്കുന്നത് സഫേർഡ് അല്ലെങ്കിൽ V3 ആണ്. ഇത് നമ്മുടെ ടൈപ്പ് നമ്പർ ഏതാ? ടൈപ്പ് നമ്പർ 3 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഫ് ക്ലോസിലുള്ളതാണ് നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഇഫ് ക്ലോസിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് ഹാഡ് പ്ലസ് V3 ആണ്. അപ്പോൾ ഇവിടെ എന്തായിട്ട് വരും? യുണൈറ്റഡ് നേഷൻസ് ഹാഡ് സ്റ്റോപ്ഡ് എന്നായിട്ട് വരും. കാരണം എന്താ? ഇവിടെ നമ്മൾ മെയിൻ ക്ലോസിൽ ഈ കോമയ്ക്ക് ശേഷമുള്ള മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് ഉണ്ട്, സഫേർഡും ഉണ്ട്. ഇപ്പൊ നമുക്ക് മനസ്സിലായി എന്ത്? ഇത് നമ്മുടെ ടൈപ്പ് നമ്പർ 3 ആണ്. ഇനി ഇഫ് ദ സിറ്റുവേഷൻ കണ്ടിന്യൂസ് ദ സെയിം ടു മെനി ലൈഫ്സ് ഡാഷ് ലൂസ്. കണ്ടിന്യൂസ് എന്ന് പറയുന്നത് V1 ആണ്. ടൈപ്പ് നമ്പർ 1 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടു മെനി ലൈഫ്സ് വിൽ ലൂസ് എന്ന് പറഞ്ഞാൽ പോരെ. ലൂസ് എന്ന് പറയുന്നതും V1 ആണ്. ഇത് നമ്മുടെ ടൈപ്പ് നമ്പർ 1 ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഇഫ് ക്ലോസ് എഴുതേണ്ടത്. ഇഫ് ക്ലോസിന്റെ ഉത്തരം എഴുതേണ്ടത് 2 മാർക്കിനായിരിക്കും നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. മിക്കവാറും കേസുകളല്ല, എല്ലാ കേസുകളിലും ഈ 3 ടൈപ്പിൽ നിന്ന് മാത്രമേ നിങ്ങളോട് ചോദിക്കുള്ളൂ. 100% ഗ്യാരണ്ടി. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.